ഇൻസുലിൻ റെസിസ്റ്റൻസ് കേട്ടിട്ടുണ്ടോ? അത് എന്താണെന്നും അത് നമ്മുടെ ലൈഫിനെ എങ്ങനെ അഫക്ട് ചെയ്യുമെന്നും പലർക്കും അറിയത്തില്ല. ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് വെച്ചാൽ നമ്മൾ കഴിക്കുന്ന ഫുഡ് ഗ്ലൂക്കോസിൽ ബോഡിയിൽ എനർജി ആകാനായിട്ട് ഇൻസുലിൻ ഹെൽപ്പ് ചെയ്യും. പക്ഷേ നമ്മൾക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് വന്നിട്ടുണ്ടെങ്കിൽ ബോഡിയിൽ ഇൻസുലിന് ശരിക്കും റെസ്പോണ്ട് ചെയ്യില്ല. അതെന്താ വെച്ചാൽ ഷുഗർ സെൽസിൽ പോകാതെ അത് ബ്ലഡിൽ തന്നെ നിൽക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യാനും തുടങ്ങും. ഇത് നമുക്ക് സ്ലോലി ഹോർമോൺ ചേഞ്ചസും നമുക്ക് വെയിറ്റ് ഗെയിൻ ആയിട്ടും മൂഡ് സ്വിങ്സ് എനർജി ലോസ് അങ്ങനെയുള്ള കാര്യങ്ങളായിട്ടൊക്കെ നമുക്കിത് എഫക്റ്റ് ആവും. ഇനി അതിൻ്റെ സിംറ്റംസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴും ടയർഡായിട്ടിരിക്കും, ഷുഗർ ക്രേവിങ്സ് കൂടും, വെയിറ്റ് ഗെയിൻ ചെയ്യും. നമ്മൾ പ്രത്യേകം നമ്മുടെ ടമ്മി ഏരിയയിലൊക്കെ നല്ലതായിട്ട് വെയിറ്റ് ഗെയിൻ ചെയ്യും. നമ്മൾ ഹെയർ ഫോൾ ഉണ്ടാവും, ആക്നെ ഉണ്ടാവും, നമ്മുടെ കഴുത്ത് കറക്കാൻ തുടങ്ങും, മൂഡ് സ്വിങ്സ് വരും. PCOD ഉണ്ടെങ്കിൽ തന്നെ നമുക്കത് ഭയങ്കരമായിട്ട് വേഴ്സ് ആവാൻ തുടങ്ങും. അതേപോലെ എപ്പോഴും വിശപ്പും വന്നുകൊണ്ടിരിക്കും. അത് നമ്മൾ ഒരിക്കലും മടി കാണിക്കുന്നതല്ല, പക്ഷേ എന്താ പറയുക, നമുക്ക് ഈ ഇൻസുലിൻ റെസിസ്റ്റൻസിൻ്റെ ഇതുകൊണ്ട് നമുക്ക് ക്ഷീണമൊക്കെ ലേസിയായിട്ട് നമുക്ക് തോന്നുന്നതാണ്. നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളിൽ മാറ്റം വരുത്തിയാൽ തന്നെ നമുക്കിത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അതായത് രാവിലെ നമ്മൾ വെയിൽ കൊള്ളുക, നമ്മൾ നടക്കാൻ പോവുക, പ്രോട്ടീൻ റിച്ച് ഫുഡ് കഴിക്കുക, ഷുഗർ ആയിട്ടുള്ള കാര്യങ്ങൾ കുറയ്ക്കുക, പ്രോസസ് ഫുഡ് കുറയ്ക്കുക, നന്നായി കിടന്ന് ഉറങ്ങുക, അതേപോലെ സ്ട്രെസ്സ് കുറയ്ക്കാനുള്ള കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താൽ തന്നെ നമുക്കിതെല്ലാം ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും.